കർത്താവിന്റെ അതിപരിസമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരു സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 1-ാം അധ്യായം എന്റെ 9-ാമത്തെ വാക്യം. എന്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ദൈവവചനം വായിക്കുന്നു. എന്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു എന്ന അല്ലേലിയ പ്രിയൻ ശൂലേംകാരിയോട് പറയുന്ന ഒരു തിരുവഴുത്ത ഭാഗമാണ് നമ്മൾ വായിച്ചത്. അല്ലേലിയ ഇവിടുത്തെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ശലോമോനും ശൂലേംകാരിയുമാണ്. അല്ലേലിയ പുതിയ നിയമസഭയുടെ ഭേദം നോക്കുമ്പോൾ ക്രിസ്തുവും സഭയുമാണ്. അന്യോന്യമുള്ള അഭിനന്ദനമാണ് ഈ 1 സ്തോത്രം അധ്യായത്തിന്റെ ഈ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഉത്തമഗീതത്തിലാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശൂലേംകാരിയുടെ സ്നേഹാധിക്യം കണ്ട പ്രിയൻ താൻ ആടുകളെ മേയ്ക്കുന്ന വയലുകളിലേക്ക് അവളെ ക്ഷണിക്കുകയാണ്. അവളുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുകയും അവൾക്ക് ഏറ്റവും നല്ല ആഭരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുക. അതേസമയം ശൂലേംകാരി പ്രിയനെ മൂറിൻകെട്ടിനോടും എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കളിയോടും ഉപമിക്കുന്നു. തുടർന്ന് അവർ അന്യോന്യം വന്ദനം ചെയ്യുകയാണ്. അപ്പൊ രണ്ടുപേർ തമ്മിൽ ഒന്നിച്ചുകൂടി പരസ്പരം അഭിനന്ദിക്കുന്നത് നമ്മളിവിടെ കാണാൻ കഴിയും. ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ കണ്ടിരുന്നെങ്കിൽ ഏറ്റവും പ്രയോജനമായി. ദൈവമക്കൾ കൂടി വരുന്നിടത്ത് പരസ്പരം തമ്മിൽ കാണുമ്പോൾ പ്രിയനും ശൂലേംകാരിയുടെ തമ്മിൽ അഭിവന്ദനം ചെയ്തതുപോലെ അഭിനന്ദിച്ചതുപോലെ നാം പരസ്പരം അഭിനന്ദിക്കുവാൻ കഴിയണം. ഒരുവന്റെയും കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് കുറവുകൾ ചൂണ്ടിക്കാണിച്ച് ആ മനുഷ്യനെ ഇടിച്ചു താഴ്ത്തുവാൻ ശ്രമിക്കാതെ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ, യേശു നമ്മെ സ്വീകരിച്ചതുപോലെ മറ്റുള്ളവരെ നാം സ്വീകരിച്ചുകൊണ്ട് നാം അവരെ അഭിനന്ദിക്കുകയും അവരെ നേരായ പാതയിലൂടെ പറഞ്ഞ് നിത്യജീവനെ അവർ പ്രാപിക്കുവാൻ കഴിയുന്ന സുവിശേഷ സന്ദേശം നാം അവർക്ക് നൽകി കൊടുക്കണം, വ്യക്തം ചെയ്യണം. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യന് സംഭാവന ചെയ്യുവാനുള്ളത് സുവിശേഷമാണ്. നിങ്ങൾ പരസ്പരം ആരോട് ഇടപെട്ടാലും സംസാരിച്ചാലും അവർക്ക് നിങ്ങൾ നൽകി കൊടുക്കേണ്ടത് സുവിശേഷമായിരിക്കണം. കാരണം മറ്റുള്ളതെല്ലാം മാഞ്ഞു പോയാലും സുവിശേഷം ഒരിക്കലും, ദൈവവചനം ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും എന്റെ വചനങ്ങൾക്കൊരു മാറ്റമില്ലെന്ന് യേശു പറഞ്ഞ് പഠിപ്പിച്ച വചനം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് പരസ്പരം നമ്മളെപ്പോഴും അഭിനന്ദനം ചെയ്യണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ പരസ്പരം കാണുമ്പോൾ കുറവുകൾ മാത്രം പറഞ്ഞ്, പരാജയങ്ങൾ മാത്രം പറഞ്ഞ്, മറ്റൊരുവിന്റെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് പരസ്പരം ഇടർച്ചയുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്തോത്രം. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് നിത്യജീവനെ പ്രാപിച്ച് നിത്യമായ സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിത്യജീവൻ എന്നുള്ളത്. ഈ നിത്യജീവൻ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമാകുന്നതാണ്. മറ്റാരിൽ നിന്നും നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തില്ല. നിത്യജീവൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും അതിപ്രധാനമായി എഴുതി തന്നിരിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതുകൊണ്ട് ഇവിടെ ശലോമോനും ശൂലേംകാരിയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അല്ലെങ്കിൽ അവർ പരസ്പരം വന്ദനം ചെയ്ത് സ്തോത്രം പ്രിയൻ താൻ ആടുകളെ മേയ്ക്കുന്ന വയലുകളിലേക്ക് അവളെ ക്ഷണിച്ച് അവളെ പ്രകീർത്തിക്കുകയും നിനക്ക് ആവശ്യമായ ആഭരണങ്ങൾ വാങ്ങിത്തരാം എന്ന് അവളെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവങ്ങൾ. അത് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നാം ക്രിസ്തുവിലൂടെ ജനത്തെ ക്രിസ്തുവിന്റെ വയലിലേക്ക്, ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അനുഗമിക്കുകയും അവർക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ, ദൈവിക ആലോചനകളെ, ദൈവവചനത്തെ അവർക്ക് സംഭാവനയായി നൽകിക്കൊടുക്കുകയും അതവർക്ക് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും
അവരെ പരസ്പരം അഭിനന്ദിക്കുമ്പോഴാണ് അവർക്ക് നിത്യമായ സന്തോഷം ലഭ്യമാകുന്നതെന്ന് ഈ തിരുവഴുത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. രക്തം ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം വന്ദനം ചെയ്യണം, രക്തം ചെയ്യണം. ആരെയും കളിയാക്കരുത്. അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ദൈവദിനം സൂക്ഷിച്ചപ്പോൾ ദൈവദിനം സൂക്ഷിച്ച അടിയിൽ ഒരു സഹോദരൻ കമന്റ് ഇട്ടിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത്, ഞാനിത് പണത്തിന് വേണ്ടി ചെയ്യുന്നു, ഞാൻ പണത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു, ആരോയൊക്കെയോ പറഞ്ഞ് മയക്കി അവരുടെ കയ്യിലിരിക്കുന്ന പണം വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഉപദേശങ്ങൾ, സ്വന്തത്തിൽ നിന്ന് ആമി എടുത്തു പറയുന്ന ഉപദേശങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഞാൻ ഈ വീഡിയോ കൂടെ ദൈവദിനം ശുശ്രൂഷിച്ചിട്ട് ഇതുവരെ ആരോടും പൈസ ചോദിച്ചിട്ടില്ല, ആരോടും പൈസ തരാൻ പറഞ്ഞിട്ടില്ല. ആരും എനിക്ക് ഇതുവരെ അങ്ങനെ പൈസ തന്നിട്ടുമില്ല. അതുകൊണ്ട് ഞാനിതൊരിക്കലും പണത്തിന് വേണ്ടിയിട്ടല്ല ശുശ്രൂഷിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹമുണ്ട്, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. യേശു നമുക്ക് തന്ന പ്രത്യാശയുണ്ട്. കർത്താവായ യേശു കൊണ്ട് നമുക്ക് ലഭിച്ച നിത്യജീവനുണ്ട്. അത് മുഖാന്തരം നാം നിത്യമായി സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ സുവിശേഷം ഞാൻ പങ്കുവെക്കുന്നു മാത്രം. അദ്ദേഹം പറഞ്ഞ സുവിശേഷം പറയുന്നില്ലെന്ന്. പിന്നെ എന്താണ് സഹോദരൻ പറയുന്നത്? സുവിശേഷം അല്ലാതെ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് സുവിശേഷമാണ്. നിങ്ങൾക്കല്ലെന്ന് തോന്നിയാലും നിങ്ങളുടെ ചിന്തയിൽ അങ്ങനെ ഇരിക്കട്ടെ. പ്രൈസ്. പണം ഉണ്ടാക്കുന്ന അനവധി ശുശ്രൂഷകൾ നമ്മൾ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ശുശ്രൂഷിക്കാറില്ല. അല്ലേരിയ. നമ്മളെയൊക്കെ പോറ്റി പുലർത്തും ദൈവമാണ്. നമ്മൾ ആരും ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. അല്ലേരിയ. എല്ലാം ദൈവം തന്നതാണ്. അതുകൊണ്ട് പരസ്പരം നമ്മൾ കുറ്റങ്ങൾ, കുറവുകൾ ചൂണ്ടിക്കാണിച്ചൊരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താതെ, അപമാനിക്കാതെ നമ്മൾ പരസ്പരം വന്ദനം ചെയ്യണം. ശലോമോൻ ആടുകളെ മേയിക്കുന്ന വയലിലേക്ക് പ്രിയെ വിളിക്കുക, അവളെ ക്ഷണിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്ന സുവിശേഷ വയലിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഞാൻ അനവധി ആളുകളെ ക്ഷണിക്കുക. ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് കേട്ടോ. അതെ, അതാ ഭാഗം അവിടെ നിൽക്കട്ടെ. ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. കാവ്യ പുസ്തകമാണ്, പ്രേമഗീതമാണ്. നമുക്കറിയാം, ഒരു വീട് അലങ്കരിച്ച് നിർത്തുന്നത്, നിങ്ങൾ വീടുകൾക്ക് വിവിധാംശങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വിവിധമായ നിലയിൽ നമ്മുടെ ദേശത്തെ, ഗ്രാമത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആലയത്തെ, ഭവനത്തെ, അല്ലെങ്കിൽ നമ്മൾ 10 പേര് അല്ലെ 4 പേര് അല്ലെ ജനത്തെ വിളിച്ചു കൂട്ടുന്ന സ്ഥലത്ത് അലങ്കാരികമായി ആ ദേശത്തെ അലങ്കരിച്ച് നിർത്തുന്നത് പോലെ ഉത്തമഗീതത്തെ വിവിധ വർണ്ണനകളാൽ അലങ്കരിച്ച് നിർത്തിയിരിക്കുക. അപ്പൊ ഉത്തമഗീതം എന്ന് വളരെ മാധുര്യമായ രീതിയിൽ, മധുരപരമായ രീതിയിൽ, വർണ്ണാതീതമായി, വളരെ സന്തോഷമായി, സ്നേഹാദരവത്തോടെ വിവിധ ഉപമകളാൽ നിറച്ചിരിക്കുകയാണ് ഉത്തമഗീതം എന്ന് പറയുന്നത്. പ്രൈസലോ. മുന്തിരിത്തോട്ടങ്ങൾ, ശാരോനിലെ താഴ്വരകൾ, പച്ചവിരിച്ച വയലുകൾ, കുഞ്ഞാടുകളുടെ കൂട്ടങ്ങൾ, പാറയുടെ പിളർപ്പുകൾ, പ്രാവുകൾ, കുഴിമൊയിലുകൾ, കുന്നിൻ മുകളിൽ തുള്ളിച്ചാടി വരുന്ന മാനുകൾ, വരയാടുകൾ മുതലായ മനോഹരമായ പ്രകൃതി, രമണീയമായ പല കാഴ്ചകളും ഉത്തമഗീതത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഉത്തമഗീതം എന്നൊക്കെ പറയുന്നത് വളരെ മനസ്സിരുത്തി വായിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം നമുക്കറിയുന്നത്. അപ്പൊ ശൂലേങ്കാരി തന്റെ പ്രിയൻ ശലോമോന്റെ അഥവാ സ്നേഹം തിരിച്ചറിയുന്നത് പോലെ, ശലോമോൻ പ്രിയയുടെ സ്നേഹം തിരിച്ചറിയുന്നത് പോലെ, നാം ഈ ഉത്തമഗീതം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മളുടെ സ്നേഹത്തെ നമ്മൾ രുചിച്ചറിയണം. അവൻ നല്ലവനെന്ന് രുചിച്ചറിയണം. പ്രൈസലോ. അങ്ങനെ വിവിധമായ നിലയിൽ ഉത്തമഗീതത്തെ വളരെ മനോഹാരിതമായ രീതിയിൽ, മധുരമായ രീതിയിൽ, മാധുര്യമേറിയ വിവിധ ഉപമകളാൽ നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആഴങ്ങൾ എത്ര വലുതാണ്. രക്തം ചെയ്യും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ തിരുവചനം പ്രസംഗിക്കുവാനോ, ഈ തിരുവചനം ശുശ്രൂഷിക്കുവാനോ, ഈ വിശുദ്ധ സത്യവേദപുസ്തകം കരങ്ങൾ കണ്ടെടുക്കുവാനോ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന, പാപത്തിന്റെ ചേറിൽ വീണ് കിടന്നിരുന്ന, നാശത്തിൽ വീണ് കിടന്നിരുന്ന, ഒരു മദ്യത്തിനും മയക്കുവനും ലഹരിക്കും അടിമകളായി, ഒരു താന്തോന്നിയെപ്പോലെ, ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ച എന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മെലലിയ
ആരുടെയും സ്നേഹം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹിച്ച് മാറോട് ചേർത്ത് പിടിച്ച് വഴി ഇതിലെയാണെന്ന് കാണിച്ചു തന്ന് കർത്താവിന്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ എന്നെ ചേർത്ത് നിർത്തി നിത്യജീവൻ എനിക്ക് തന്ന ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിലൂടെ എനിക്ക് പ്രകാശം തന്ന് എന്നെ നടത്തുന്ന ദൈവത്തെ ഞാൻ ഈ പറഞ്ഞ യേശുവിനെ. അതുകൊണ്ട് ആ കർത്താവ് തന്ന നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പം വിവിധമായ നിലകളിൽ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് ഉത്തമഗീതം നിറച്ചിരിക്കുമ്പോൾ ദൈവം ഇവിടെയും മണവാട്ടിയായ സഭയെ ഫറവോന്റെ രഥങ്ങളിൽ പൂട്ടിയിരിക്കുന്ന പെൺകുതിരകളോട് ഉപമിച്ചിരിക്കുക. ദൈവത്തിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ കർത്താവ് എങ്ങനെയാണ് ഫറവോന്റെ രഥത്തിന് ആമികലിയെ പൂട്ടുന്ന പെൺകുതിരയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ സഭയ്ക്ക് ഒട്ടും കുറച്ച് സ്ഥാനമല്ല. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം. സഭയുടെ ഉടയവൻ, സഭയുടെ നാഥൻ യേശുവാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിനെ രക്ഷിതാപിതാമായി സ്വീകരിച്ച് ദൈവസനിലേക്ക് എത്തുന്ന സകല മനുഷ്യരും ദൈവത്തിന്റെ മണവാട്ടിയാണ്, യേശുവിന്റെ മണവാട്ടിയാണ്. അപ്പം യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയും യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. എവിടെയും നമ്മൾ നമ്മുടെ നാഥനെ, പ്രിയനെ, നമ്മുടെ മണവാളനെ നമ്മൾ സംബോധന ചെയ്യണം. അപ്പോൾ നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവ് തന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ ദേശത്താതിരിക്കും. അങ്ങനെ പരസ്പരം വന്ദനം ചെയ്യുക എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ്. പ്രൈസറോ ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും കുറച്ച് കാണരുത് കേട്ടോ. ആരുടെയും കുറവുകൾ കണ്ടുപിടിക്കരുത്. ആരുടെയും കുറവുകൾ കണ്ടുപിടിക്കുവാനും ആരുടെയും കുറവുകൾ കേട്ട് അത് സംസാരിക്കുവാനൊന്നും ഉള്ള അവകാശവും അധികാരമൊന്നും കർത്താവ് നമുക്ക് തന്നിട്ടില്ല. ആരും തന്നിട്ടില്ല. ലോകപ്രകാരം നോക്കിയാൽ പോലും മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ കുറ്റപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളൊന്നും ദൈവം നിങ്ങൾക്കും തന്നിട്ടില്ല, എനിക്കും തന്നിട്ടില്ല. ഒരുവന്റെ കുറവ് കാണുമ്പോൾ അവനെ ആ കുറവ് പറഞ്ഞ് മനസ്സിലാക്കി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ഒരാളുടെ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളിൽ 1000 കുറവുകൾ ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ 1000കണക്കിന് കുറവുകൾ ഉള്ളപ്പോഴാണ് നിങ്ങളുടെ കുറവുകളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവന്റെ കുറവുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ നീതിമാനാകുന്നത്. പ്രൈസോ. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറയട്ടെ, ഞാൻ ഒരുപാട് കുറവുള്ളവനായതുകൊണ്ട് ദൈവം എന്നെ നോക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോഴും ഒരുപാട് കുറവുകൾ കാണും. അങ്ങനെ ഒരുപാട് കുറവുകൾ ഉള്ളത് കൊണ്ട് മറ്റൊരാളുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ നീതിമാനാകാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. പ്രൈസോ. നമ്മെ ദൈവം ഓരോ ദിവസവും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ദൈവം നമ്മെ കഴുകി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ദൈവം തന്നെ മണവാട്ടിയായിരിക്കുന്ന സഭയെ, ഹല്ലേലൂയ, ഫറവോന്റെ രഥങ്ങളിൽ പൂട്ടിയിരിക്കുന്ന പെൺകുതിരയോട് ഉപമിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മിസ്രൈം ദേശം കുതിരകൾക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു. മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈജിപ്ത് കുതിരകൾക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കുതിരകളെ കയറ്റുമതി ചെയ്തിരുന്നു. മിസ്രൈമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കുതിരകളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. മിസ്രൈമിലെ കുതിരകൾ ഓരോന്നും ശലോമോൻ രാജാവ് 150 വെള്ളിക്കാശുകൾ കൊടുത്ത് വാങ്ങിയിരുന്നു എന്ന് ഹല്ലേലൂയ നമുക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം വചനത്തിലൂടെ എഴുതി തന്നിരിക്കുന്ന തിരുവചന സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. നമ്മളിവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം, ഹല്ലേലൂയ, ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവർ മിസ്രൈമിൽ നിന്ന് രഥം 1-ന് 600 കുതിര, രഥം 1-ന് 600, കുതിര 1-ന് 150 ശെക്കൽ വെള്ളിക്കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്ന് കൊടുക്കും എന്നായിരിക്കുന്നത്.
അപ്പൊ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ക്രിസ്തോത്രം രഥം ഒന്നിന് 600 ശെക്കൽ വെള്ളിയും കുതിര ഒന്നിന് 150 ശെക്കൽ വെള്ളിയും കൊടുത്താണ് അന്ന് മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ കുതിരയെ വാങ്ങിക്കൊണ്ടിരുന്നത്. പ്രൈസലോ ലേഡിയ. അങ്ങനെ പേരുകേട്ട സ്ഥലമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അല്ലേരിയ. അപ്പൊ അപ്രകാരമുള്ള കുതിരകൾ നിറഞ്ഞ മിസ്രൈം ദേശത്തിലെ ഫറവോൻ തന്റെ സ്വന്തം ഉപയോഗത്തിനായി എത്രമാത്രം ഉയർന്ന മനോഹരമായ തന്റെ ഇടമുള്ള അഴകുള്ള ശ്രേഷ്ഠതയുള്ള കുതിപ്പുള്ള നലിയ പെൺകുതിരയാണ് തന്റെ രഥത്തിന് കെട്ടിയെന്ന് നമ്മൾ തിരിച്ചറിയണം. ലലിയ കുതിരകൾ കൊണ്ട് പേരുകെട്ട മിസ്രൈം ദേശത്ത് ഫറവോൻ തന്റെ രഥത്തിന് കെട്ടുന്ന കുതിര അല്ലേരിയ. തെരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണ് അല്ലേരിയ. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കർത്താവ് തനിക്കായി വിശുദ്ധിയുള്ള മണവാട്ടിയെ വിശ്വാസികളുടെ മധ്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കണമെങ്കിൽ അവർ എത്രമാത്രം മധുരമായ സ്വഭാവങ്ങളും ഗുണാതിശയങ്ങളും നിറഞ്ഞവളായിരിക്കണം സഭ. അപ്പൊ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന പെൺകുതിരയെ ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും ഉത്തമമായ, ശ്രേഷ്ഠമുള്ള, സൗന്ദര്യമുള്ള, നല്ല അഴകുള്ള, നല്ല സ്വഭാവമുള്ള കുതിരകളെ ഫറവോൻ തന്റെ രഥത്തിന് കെട്ടുവാൻ തിരഞ്ഞെടുക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പ്. സ്തോത്രം. യേശുവും തന്റെ സഭയെ തെരഞ്ഞെടുത്ത അങ്ങനെ നമ്മളിൽ നല്ല സ്വഭാവങ്ങൾ, നല്ല പ്രവർത്തികൾ, നല്ല ചിന്തകൾ, നല്ല ആലോചനകൾ, നല്ല ഗുണാതിശയങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കണം ദൈവസഭ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ മറ്റുള്ളവർക്കും മാതൃകയായിരിക്കണം. ക്രിസ്തു മണവാളനായി വസിക്കുന്ന സഭയിൽ നാം മണവാട്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ മണവാട്ടികളാണ്. നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കണം. അല്ലെങ്കിൽ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയെ പോലെ തല ഉയർത്തി നിൽക്കുന്ന മറ്റുള്ളവർക്ക് ശ്രേഷ്ഠമായി നിൽക്കുന്ന കളവുകൾ ചെയ്യാത്ത, വ്യാജം പറയാത്ത, അല്ലെങ്കിൽ ഉപദ്രവമില്ലാത്ത, മറ്റുള്ളവർക്ക് ദോഷകരമായി തീരാത്ത സൽസ്വഭാവങ്ങളാൽ ഗുണാതിശയങ്ങളാൽ നിറയപ്പെട്ട് കർത്താവിന്റെ മണവാട്ടിയായി ഈ ഭൂമിയിൽ നിന്ന് വേണം കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഹല്ലേലൂയ. വലിയ തെരഞ്ഞെടുപ്പാണ് ദൈവം നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എത്രയധികം സ്തോത്രം പൊന്നിനെ പോലെ പരിശോധിക്കപ്പെട്ട് ശുദ്ധ പൊന്നായി മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു പൊന്നൊരുക്കുന്ന തട്ടാന്റെ അരികെ ചെന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന പൊന്ന് അദ്ദേഹത്തിന്റെ ഉലയിലിട്ട് അതിനെ ഉരുക്കി അതിനെ ഉരുക്കി അദ്ദേഹത്തെ കീടങ്ങൾ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് പൊന്ന് നല്ലൊരു ഉരുപ്പടിയായി അദ്ദേഹം പുറത്തെടുക്കുമ്പോഴാണ് പുറത്തെടുക്കുന്ന പൊന്നിലൂടെയാണ് മനോഹരമായ ആഭരണങ്ങൾ അദ്ദേഹം കൊത്തിയുണ്ടാക്കുന്നത്, പണിതെടുക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മെ ഒലയിലിട്ട് ഉരുക്കിയെടുക്കുന്ന പൊന്നിനെ പോലെ കർത്താവ് ഉരുക്കിയെടുത്ത് ദൈവത്തിന് കൊള്ളാകുന്ന മണവാട്ടിയായി സഭയായി ഗുണാതിശയങ്ങൾ കൊണ്ടും നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും നിറയപ്പെട്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിൽക്കാനുള്ള യോഗ്യത കർത്താവ് നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ സ്വഭാവമാണ് നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. തീയിൽ ശോധന കഴിച്ച പൊന്നുപോലെ നമ്മെ ദൈവം ഉരുക്കി പുറത്തെടുക്കുമ്പോൾ നമ്മൾ അതേ നിലയിൽ ജീവിക്കണം, രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അവന്റെ സ്വഭാവങ്ങൾ, ഗുണാതിശയങ്ങൾ, അവന്റെ ജീവിത രീതികളെല്ലാം ആത്മാവിന്റെ ഫലത്താൽ നിറഞ്ഞതായിരിക്കണം. ജഡത്തിന്റെ പ്രവർത്തികളെ പൂർണ്ണമായി നീക്കിക്കളഞ്ഞ്, ജഡത്തിലെ സകല അഴുക്ക് നീക്കിക്കളഞ്ഞ് നമ്മൾ ആത്മാവിൽ ശുദ്ധീകരിച്ചുകൊണ്ട് സ്തോത്രം പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് ദൈവസനിൽ ദൈവത്തിന്റെ മണവാട്ടിയായി നിൽക്കണം, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത്? ഹല്ലേലൂയ. സ്തോത്രം. പൊന്നിനെ പോലെ പരിശോധിക്കപ്പെട്ട് ശുദ്ധ പൊന്നായി മാറപ്പെടുന്ന പോലെ നമ്മുടെ ദൈവത്തെ നമ്മൾ പ്രിയപ്പെടുത്തി അവന്റെ ഹൃദയത്തിന് തക്കമായി നമ്മൾ കാണപ്പെടണം. നമ്മുടെ യേശുവിനെ പ്രിയപ്പെടുത്തുന്ന, യേശുവിനെ സന്തോഷിപ്പിക്കുന്ന, ദൈവസഭയ്ക്ക് മാധുര്യമാകുന്ന, ദൈവജനത്തിന് മാധുര്യമാകുന്ന, ദേശത്തിന്, സമൂഹത്തിന്, കുടുംബത്തിന്, സമൂഹത്തിനൊക്കെ മാധുര്യമാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന നല്ല സ്വഭാവങ്ങൾ, ഗുണാതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
വെളിപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിൽ അത് വെളിപ്പെടണം. പ്രൈസണം. അപ്പൊ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണം. ജീവിതത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ദാവീദ് നിലവിളിച്ചത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ എന്ന് പറഞ്ഞ് ദാവീദ് രൂപാന്തരത്തിലേക്ക്, ഒരു മടങ്ങി വരവിലേക്ക് ആഗ്രഹിച്ച പോലെ അനുതാപത്തോടെ ദൈവത്തിന് വീണ് കിടന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി ഞാനും നിങ്ങളും വിവിധമായ രീതിയിൽ പാപ സ്വഭാവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിന്റെ മധ്യ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും തീയിൽ ശോധന ചെയ്ത പൊന്നുപോലെ നമ്മളിലുള്ള കീടത്തെ നീക്കിക്കളഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പ്രിയനെ പ്രീതിപ്പെടുത്തുന്ന അനുഭവത്തിലായിരിക്കണം ദൈവസഭ എന്ന് പറഞ്ഞ ഞാനും നിങ്ങൾ ക്രിസ്തുവിനെ മണവാട്ടി അല്ലേരിയ രക്തം ചെയ്യും. അങ്ങനെ നാം ദൈവത്തിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അല്ലേരിയ അശുദ്ധമായ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കുന്നില്ല. അശുദ്ധമായ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദുഷ്ടനിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്നവരിലാണ്. ലേരിയ അശുദ്ധമായ സ്ഥലത്ത് കർത്താവിന്റെ ആത്മാവ് വസിക്കത്തില്ല. ദൈവാത്മാവ് വസിക്കുന്നത് വിശുദ്ധമായ മന്ദിരങ്ങളിലാണ്. വിശുദ്ധമായ മന്ദിരം എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച തീയിൽ കൂടി ശോധന ചെയ്ത് പുറത്തെടുത്ത പൊന്നിനെ പോലെ നമ്മെ ഒഴുക്കിയെടുത്ത് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് എല്ലാ അശുദ്ധമായ ചിന്തകളും നീക്കിക്കളഞ്ഞിട്ട് അല്ലേരിയ നമ്മുടെ മണവാട്ടിയായി സഭയിൽ നിൽക്കണം. പ്രൈസലോ. കാരണം യേശു വരാൻ സമയമായി, തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിശുദ്ധിയെ തികച്ചുകൊണ്ട് വേണം നിൽക്കുവാൻ. ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളാൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് കൊടുക്കുന്ന ആലോചന പോലെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദിവസവും നമുക്ക് ആലോചന തരികയാണ്, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, പ്രിയൻ അല്ലെ ശരോമൻ തന്റെ പ്രിയ ശൂലേങ്കാരി കണ്ടപ്പോൾ തന്റെ വയലുകളിലേക്ക് ക്ഷണിച്ചാഭരണങ്ങൾ കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കുവാൻ, അവളെ തന്നോട് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിച്ചതുപോലെ പരസ്പരം അവൾ അഭിവന്ദനം ചെയ്യുന്നത് പോലെ നാം സഭയ്ക്കകത്ത് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചവരെ വന്ദനം ചെയ്ത് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അല്ലേ? നമ്മൾ സഭയ്ക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, കുടുംബത്തിൽ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരസ്പരം വന്ദനം ചെയ്യണം. അല്ലേലുയ, രക്തം ചെയ്യും. കർത്താവ് നമ്മളെക്കുറിച്ച് അവ ആഗ്രഹിക്കുന്നത് കേട്ടോ. അല്ലേ? കാലം ഇനി അധികമില്ല. യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കാഹളം ധ്വനിക്കാൻ സമയമായി. മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. നാം എല്ലാവരും മണിയറയിലേക്ക് പോകാൻ സമയമെടുത്തിരിക്കുന്നു. മണിയറയിൽ ചെന്ന് നമ്മുടെ മണവാളനോടൊപ്പം നിത്യത മുഴുവൻ ചെലവഴിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം സംഭവിക്കട്ടെ. യേശു കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിനകത്ത് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. അല്ലേരിയ. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഹൃദയശുദ്ധി എന്നുള്ളത്, ജീവിത വിശുദ്ധി എന്നുള്ളത്, സംസാര വിശുദ്ധി എന്നുള്ളത്, നോട്ടത്തിലും കേൾവിയിലും അല്ലേലിയ കൊടുക്കലിലും വാങ്ങലിലും എല്ലാം വിശുദ്ധി പ്രാപിക്കണം. സ്തോത്രം. അല്ലേലിയ. വിശുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കേണ്ടതാണ്. അശുദ്ധമായതിലേക്ക് നമ്മുടെ കണ്ണുകൾ പതിക്കാതെ, അശുദ്ധമായതിലേക്ക് നമ്മുടെ കാതുകൾ കൊടുക്കാതെ, അശുദ്ധമായ വഴിയുടെ നടക്കാതെ, അശുദ്ധമായതിലേക്ക് നമ്മുടെ കൈകൾ ചലിപ്പിക്കാതെ, അല്ലേരിയ അശുദ്ധമായതിനു വേണ്ടി നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ, നമ്മുടെ ശരീരം വിലയ്ക്ക് വാങ്ങിയതായതുകൊണ്ട്, യേശു വിലയ്ക്ക് വാങ്ങിയതായതുകൊണ്ട് ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസലോ. നമ്മുടെ ശരീരം കൊണ്ടും എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ്. പ്രൈസലോ. അപ്പം വിശുദ്ധ ജീവിതമാണ് ഇവിടെ ആവശ്യം. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന് വരം വായിക്കുമ്പോൾ കാണുന്നത്, അല്ലേലിയ, നമ്മളെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളും ഞാനും രാജാവിനാൽ അവരായി വിശേഷപ്പെട്ടവരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാ. നമ്മളെല്ലാം കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ രാജാവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അല്ലേലിയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു വാക്യം രേഖപ്പെടുത്തി. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ
കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസാദപ്രകാരം നമ്മെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ നാം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവൻ പ്രിയനായി നമുക്ക് സൗജന്യമായി നൽകിയ ഈ സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുകൊണ്ട് ഹല്ലേലൂയ എന്ന കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്ത സകല അശുദ്ധമായതിനെയും നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. ദൈവഹിതമല്ലാത്ത സകല അശുദ്ധമായതിനെയും നമ്മൾ നീക്കിക്കളയണം. നമ്മളിൽ നിന്ന് ജഡത്തിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ജഡത്തിന്റെ സ്വഭാവം, ജഡത്തിന്റെ പ്രവൃത്തി നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ നീക്കിക്കളയണം. ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി മാറണം. ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ ജഡത്തിലെ സകല കൺവെക്ഷവും നീക്കിക്കളഞ്ഞിട്ട് ജീവിത വിശുദ്ധിയെ തികയ്ക്കണം. രക്തം ചെയ്യണം. ആരുടെയും ഒന്നും ആഗ്രഹിക്കാതെ, ആരുടെയും ഒന്നും മോഹിക്കാതെ, ആരുടെയും ഒന്നും അപഹരിച്ചെടുക്കാതെ, ആരുടെയും വസ്തുവകൾ മോഷ്ടിക്കാതെ, ആരുടെയും പിടിച്ചു പറിക്കാതെ, ആരോടൊന്നും വെട്ടിപ്പിടിക്കാതെ, ഹല്ലേലൂയ, ആരുടെയും മനസ്സിന് വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു നന്മയും നമ്മുടെ കൈവശമാക്കാതെ ജഡത്തിന്റെ സകല സ്വഭാവങ്ങളെയും മരിപ്പിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സകലരും കൊള്ള പലിശകളും കൊള്ള മുതലുകളും മറ്റുള്ളവന്റെ നന്മകൾ വെട്ടിപ്പിടിക്കുന്നൊരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. അപ്പൊ ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ജഡത്തിന്റെ ചിന്ത മരണമാണ്. അല്ലെങ്കിൽ ജഡത്തിന്റെ ചിന്ത മരണമാണെന്ന് റോമാലേഖനം പറയുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 5-ാം വാക്യം പറയും, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മാസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനവും. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അല്ലെങ്കിൽ റോമാലേഖന 8-ാം അധ്യായം ഒന്ന് വായിച്ച് നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുന്നതൊക്കെ നല്ലതാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ജഡസ്വഭാവം നിന്റെ ഉള്ളിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. ശലോമോൻ ശൂലേംകാരിയിൽ കാണുന്ന നല്ല അനുഭവത്തെ, പ്രിയൻ തന്റെ പ്രിയതമയിൽ കാണുന്ന നല്ല സ്വഭാവത്തെ, അതുകൊണ്ടാണല്ലോ പ്രിയൻ പറയുന്നത്, എന്റെ വയലുകളിലേക്ക് നീ വാ. ഹല്ലേലൂയ. നിന്നെ ഞാൻ വയലുകളിലേക്ക് ക്ഷണിക്കുന്നു, നിനക്ക് പൊന്നാഭരണങ്ങൾ വാങ്ങി നിന്നെ അണിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പരസ്പരം വന്ദനം ചെയ്യുക. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇന്നത്തെ കാലത്ത് ദൈവസഭയ്ക്കകത്ത് ചെന്നാൽ മറ്റുള്ളവരെ വന്ദനം ചെയ്യുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അത് ആരുടെയും പകയും വിദ്വേഷം വെച്ചുകൊണ്ട് കാലങ്ങളായി നീ ദൈവസഭയിൽ നിന്ന് ആരാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നിന്റെ അടുത്ത സീറ്റിൽ നിന്ന് ആരാധിക്കുന്ന, അടുത്ത വായിലിരുന്ന് ആരാധിക്കുന്ന വ്യക്തിയോട് നീ എത്ര കാലമായി വേണ്ടിയിട്ട് സ്നേഹത്തോടെ അവരെ സംസാരിച്ചിട്ട് അവരോടൊരു വന്ദനം പറഞ്ഞിട്ട്, ഹല്ലേലൂയ, അവർക്ക് നല്ല ഷെയ്ക്ക് കൊടുത്തിട്ട് എത്ര കാലമായി? അവരോട് വേണ്ടിയിട്ട് എത്ര കാലമായി? ഇനി നിന്റെ ഭവനത്തിനകത്ത് ഭർത്താവിനോട് വേണ്ടിയിട്ട് എത്ര കാലമായി? ഭാര്യയോട് വേണ്ടിയിട്ട് മക്കളോട് സംസാരിച്ചിട്ട് എത്ര കാലമായി? അമ്മായിയും മരുമക്കളും അടങ്ങുന്ന കൂട്ടുകുടുംബങ്ങൾക്കകത്ത് എത്ര കാലമായി നിങ്ങൾ പരസ്പരം മിണ്ടാതെ കഴിയുന്നു? എന്നിട്ട് നിങ്ങൾ സഭയിൽ കടന്നു ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തെ മാറ്റി കളയാത്രത്തോളം കാലം നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വേഷഭൂഷാദികൾ കൊണ്ടും നിറം കൊണ്ടും വർണ്ണന കൊണ്ടും ഭാവം കൊണ്ടും ചിന്ത കൊണ്ടും പ്രാസം കൊണ്ടും പ്രസം കൊണ്ടും വിശുദ്ധിയുടെ ആനന്ദം പുറത്ത് കാണിച്ചുകൊണ്ടും ബൈബിൾ കയ്യിൽ പിടിച്ചതുകൊണ്ടും ആലയത്തിൽ പോയതുകൊണ്ടും സുവിശേഷത്തിന് അനുയോജ്യമായി നിന്നതുകൊണ്ടും കൊടുത്തതുകൊണ്ടും വാങ്ങിയതുകൊണ്ടും ഒന്നും നമ്മൾ കർത്താവിന്റെ മണവാട്ടിയാകണമെന്നില്ല. ഹല്ലേലൂയ. പുറമെയുള്ള അഭിനയങ്ങൾ കൊണ്ടല്ല ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കും എന്ന് പറയുന്നത്. ഹൃദയത്തിനകത്തെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞിട്ട് ഹൃദയം വെടിപ്പാക്കിയെടുത്ത് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ വിശുദ്ധമായി ജീവിക്കുമ്പോൾ
അന്യോന്യം കരുതുമ്പോൾ, അന്യോന്യം സ്നേഹിക്കുമ്പോൾ, തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുമ്പോൾ, ഒരു വേണ്ടി ഒരു പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവന് വേണ്ടി കണ്ണുനീരുടെ ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ക്രിസ്തുവേശുള്ള ഭാവം നിന്നിൽ വരുമ്പോഴാണ് നീ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത്. അതിന് നിന്റെ ജഡത്തിലെ പ്രവൃത്തി മാറ്റിക്കളയണം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് പാസ്റ്ററുടെ പക്ഷം, വിശ്വാസിയുടെ പക്ഷം, പ്രതിപുരുഷന്റെ പക്ഷം, സെക്രട്ടറിയുടെ പക്ഷം, അങ്ങനെ വിവിധ പക്ഷങ്ങൾ ചേർന്ന സഭ ഈ കാലഘട്ടത്തിൽ നരകതുല്യമാക്കി കളയാതെ, പണത്തിന്റെ പേര് പറഞ്ഞ്, പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ്, വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ്, ജാതി പറഞ്ഞ്, ഹല്ലേലൂയ, ആമി ഓരോരുത്തൻ താഴ്ത്തിക്കെട്ടി നീ ദൈവസഭയ്ക്കകത്തിരുന്ന് എത്ര ആരാധിച്ച് അന്യഭാഷ പറഞ്ഞാലും അതിനകത്ത് ദൈവം പ്രസാദിക്കുന്നില്ല. അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ നിന്റെ ജഡത്തിന്റെ പ്രവൃത്തി മാറ്റിക്കളയണം. ജഡസ്വഭാവമുള്ളവർക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർ ക്രിസ്തുവിനുള്ളതല്ല ചിന്തിക്കുന്നത്, അവൻ ലോകത്തിനുള്ളത് ചിന്തിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന ദൈവസഭ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയെ തികച്ചു നിന്ന് കർത്താവിന്റെ കാഹളം കേൾക്കുവാൻ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണം. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ, നിന്റെ നിത്യജീവനെ നീ നഷ്ടമാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ വേഷഭൂഷാദികൾ കൊണ്ടൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുന്നത് ദൈവഹിതം അനുസരിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരായി തീരാത്ത നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുകുതുക്കി രൂപാന്തരപ്പെടുന്ന പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12:1-2 വാക്യത്തിൽ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം വായുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് പോരാ, ജീവിതത്തിൽ അത് വെളിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കകത്ത് പോലും അല്ലെങ്കിൽ സഭയ്ക്കകത്ത് പോലും രണ്ട് പക്ഷവാ, കറുത്തവൻ വെളുത്തവൻ, പണമുള്ളവൻ പണമില്ലാത്തവൻ, വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസമില്ലാത്തവൻ, പാരമ്പര്യം പറയുന്നവൻ, ഹല്ലേലൂയ, പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവൻ, അധികാരമോഹികൾ, സ്വതം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനെന്ന് തന്നെത്താൻ പുകഴ്ത്തുന്നവൻ, തന്നെത്താൻ ഉയർത്തുന്നവൻ, അങ്ങനെയുള്ളവർ സഭയ്ക്കകത്ത് ആരാധിക്കുമ്പോൾ ഓർത്തണം, അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ക്രിസ്തുവിന് വേണ്ടി നീ പൂർണ്ണമായി സമർപ്പിക്കപ്പെടാതെ, ക്രിസ്തുവിൽ താഴ്മ ധരിക്കാതെ, നിന്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിനകത്ത് മനസ്താപം ഉണ്ടാകാത്തടത്തോളം കാലം ഹല്ലേലൂയ നീ ജഡത്തിന് ആരാധിക്കുന്നവനാണ്. ഹല്ലേലൂയ. ജഡസ്വഭാവം നീക്കണം. ജഡസ്വഭാവം നീക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 15:16 പറയുന്നത്. അല്ലേ, നമ്മൾ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തതില്ല, ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപത്തിൽ വീണ് കിടന്ന, ചെളിക്കുണ്ടിൽ വീണ് കിടന്ന, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന, വക്രതയും കോട്ടവുമുള്ള ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന എന്നികളെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ കർത്താവ് എത്തിയതു. സ്വർഗമഹിമകളെ വെടിഞ്ഞി ഭൂമിയിലേക്ക് വന്നവൻ അവസാനത്തുള്ളി രക്തം വരെ തന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറി. ഹല്ലേലൂയ. നമ്മെ വിലയ്ക്ക് വാങ്ങി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റി നിത്യജീവൻ നമുക്ക് തന്ന്, ഹല്ലേലൂയ, സ്വർഗീയ പ്രത്യാശ തന്ന് നമ്മെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയെ നഷ്ടമാക്കി കളയാതെ കർത്താവിന്റെ വരവരെയും അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണം. ജഡസ്വഭാവം നിനക്ക് പാടില്ല. ജഡസ്വഭാവത്തെ നീക്കിക്കളയണം. ഹല്ലേലൂയ. ഇന്ന് പള്ളിയിലൊക്കെ ചെന്നാൽ പോലും വരിക പ്രത്യേകമായി സീറ്റ് ഓരോരുത്തർക്കും ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രസിഡന്റിന്റെ സീറ്റ്, സെക്രട്ടറിയുടെ സീറ്റ്, അധ്യക്ഷന്റെ സീറ്റ്, ഇടയന്റെ സീറ്റ്, ഖജാൻജിയുടെ സീറ്റ് എന്നിവയുടെ എന്തെല്ലാം സീറ്റുകളാ. ഹല്ലേലൂയ. 12 അപ്പോസ്തലന്മാരെ ഇരുത്തിയിരിക്കുന്ന പോലെ സഭയിൽ അങ്ങനെ ഇരുത്തിയിരിക്കുന്ന സഭകളുണ്ട്. അപ്പുറം ഇപ്പുറം 6 സീറ്റ് വെച്ച് ഇരുത്തിയിരിക്കുന്ന സഭയൊക്കെ ഉണ്ട്. ജഡത്തിന്റെ സഭ, അവർക്ക് ആ സീറ്റ് കിട്ടിയില്ല, അവരുടെ സഭയിൽ അന്ന് പ്രശ്നം ഉണ്ടാക്കും. ദൈവസഭയുടെ ഫ്രണ്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ ഫുട്ടിന്റെ പുറകിൽ 12 സീറ്റിട്ട് അവരെ ക്ഷണിച്ച് അതിൽ ഇരുത്തിയില്ലെങ്കിൽ, അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ അന്ന് സഭയ്ക്കകത്ത് പ്രശ്നമാണ്. ഹല്ലേലൂയ. അന്ന് സഭയ്ക്കകത്ത് പ്രശ്നമാണ്. സ്ഥാനമാന മോഹികളും പുകഴ്ച ആഗ്രഹിക്കുന്ന ഒരു സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്നിടത്തോളം കാലം ദൈവസഭയ്ക്കകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ മണവാട്ടിയുമല്ല. ഹല്ലേലൂയ.
ക്രിസ്തുവിന്റെ മണവാട്ടിയായി നിൽക്കണമെങ്കിൽ, ക്രിസ്തു നമ്മുടെ മണവാളായി നമ്മളിൽ വസിക്കണമെങ്കിൽ നാം കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ കരുതുവാൻ കഴിയണം, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയണം. അല്ലേലിയ. ഇവിടെ അവൻ പ്രിയൻ ശൂലേഖാരിയെ ഇഷ്ടപ്പെടുന്നു. അല്ലേലിയ. അതിനെക്കുറിച്ച് പറയുവാൻ ഒരുപാടുണ്ട്, ശൂലേഖാരിയുടെ സൗന്ദര്യത്തെക്കുറിച്ച്. പക്ഷെ അത് ഈ മെസ്സേജിനോട് ചേർത്ത് പോയാൽ തീരാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുവാൻ കഴിയണം. കറുത്തിരുണ്ടിരിക്കുന്നവളായിരിക്കുന്ന ശൂലേഖാരിയെ പ്രിയൻ അല്ലെങ്കിൽ ശലോമോൻ ഇഷ്ടപ്പെടുന്നു. തന്റെ അന്തഃപുരത്തിൽ, തന്റെ രാജകൊട്ടാരത്തിൽ ശ്രേഷ്ഠനായ അനേക തരുണീമണികളുണ്ട്. തന്റെ സ്തോത്രം തൊഴിൽമാരുണ്ട്. അങ്ങനെ ആൻഡോമോത്തി ആളുകളെ കൊണ്ട് തന്റെ അന്തഃപുരം നിറഞ്ഞിരിക്കുമ്പോഴും കറുത്തിരുണ്ട് കാണാൻ കൊള്ളാത്ത ശൂലേഖാരിയെ ശലോമോൻ തന്റെ ഉറ്റ പ്രിയായി സ്വീകരിച്ചതുപോലെ സഭയ്ക്കകത്ത് മുഖപക്ഷം പാടില്ല. സഭയ്ക്കകത്ത് മുഖപക്ഷം കാണാതെ നമ്മുടെ സഭയിൽ കടന്നു വരുന്ന ചെറിയവരെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നതാണ്, അവരെ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അവർക്ക് വിശുദ്ധ ചുംബനം കൊടുക്കുമ്പോഴാണ്, അന്യോന്യം വന്ദനം ചെയ്യുമ്പോഴാണ്, അന്യോന്യം കൈ കൊടുക്കുമ്പോഴാണ്, അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് നാം പുതുക്കം പ്രാപിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന സഭയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. രക്തം ചെയ്യാം. നിന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഉള്ളിലെ സകല കയ്പുകളും മാറ്റിക്കളയണം. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിങ്ങളുടെ ഉള്ളിലെ സകല കയ്പുകളും മാറ്റിക്കളഞ്ഞ് നീ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറയാം, ക്രിസ്തുവിന്റെ മണവാട്ടിയെ, യഥാർത്ഥമായി മണവാട്ടിയായി നിൽക്കാത്തിടത്തോളം കാലം കാഹളം ധ്വനിച്ചാൽ നീ കേൾക്കത്തില്ല. കാഹളം നിന്റെ ആത്മാവിൽ കേൾക്കയില്ല. ജഡസ്വഭാവത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ചാൽ, ജഡത്തിൽ നീ വസിച്ച് ദൈവത്തെ ആരാധിച്ചാൽ കർത്താവിന്റെ വരവെങ്കിൽ നീ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് നീ ആത്മസ്വഭാവമുള്ളവനായി മാറണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് സാദൃശ്യപ്പെടുത്തി ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയെ കുറിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ ഒരു അനുഭവത്തിൽ ദൈവസഭയെ കാണുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, നമ്മൾ എത്ര ശ്രേഷ്ഠമായി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം, കർത്താവിനെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതെ, നമ്മൾ കർത്താവിനെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണ്. അല്ലെങ്കിൽ ഫറവോന്റെ കുതിരകൾക്ക് തങ്ങളുടെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ പാടില്ല. ഫറവോന്റെ കുതിരകളുടെ ഇഷ്ടം ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അവ രാജാവിന് മാത്രം സ്വന്തമാണ്. ഹല്ലേലൂയ. അവ രാജാവിന് മാത്രം, രാജാവ് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമേ അത് പോകുകയുള്ളൂ. ഹല്ലേലൂയ. ഫറവോന്റെ കുതിരകളുടെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ പറ്റത്തില്ല. ആ കുതിരകൾ രാജാവിന്റെ സ്വന്തമാണ്. രാജാവ് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമേ ആ കുതിരകൾക്ക് പോകാൻ അവകാശമുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിത്യജീവന്റെ അവകാശിയാണ്. നീ ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാണെങ്കിൽ നിന്റെ സ്വന്തം ഇഷ്ടം നീ ചെയ്യരുത്. നീ രാജാവിന്റെ വകയാണ്. രാജാവിന്റെ മണവാട്ടി, രാജാവ് പറയുന്നിടത്തൂടെ മാത്രമേ നീ പോകാവൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് സ്വന്തമല്ല. നിങ്ങൾക്ക് സ്വന്തമല്ല. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന് സ്വന്തക്കാരായ നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ആത്മാവിനാലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലൊരു സ്തോത്രം. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അത് നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ഫറവോന്റെ കുതിരകൾക്ക് എത്രയധികം പരിശീലനം കൊടുത്ത് അതിൽ വിജയിച്ച കുതിരകളെ മാത്രമേ രഥങ്ങളിൽ പൂട്ടുകയുള്ളൂ. ലേരിയ. അപ്പൊ ഫറവോന്റെ രഥങ്ങളിൽ പൂട്ടുന്ന കുതിരകൾക്ക് വളരെ പരിശീലനം കൊടുത്ത്, ലേരിയ, അതിനെ ഒരുക്കിയെടുത്ത് ഫറവോന്റെ കുതിരയ്ക്ക് പൂട്ടുവാൻ പറ്റുമെന്ന നിലയിൽ എത്തി വരുമ്പോഴാണ് ഫറവോനെ കുതിരയെ സ്വന്തമാക്കി തന്റെ രഥങ്ങൾ ഓടിക്കുന്നത്. അതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവസഭയ്ക്കകത്തിരുന്ന് ദൈവവചനം കേട്ട് നിന്നെ തന്നെ ശുദ്ധീകരിച്ച് ജഡത്തിലെ സകല ആശുദ്ധി നീക്കിക്കളഞ്ഞ് ക്രിസ്തുവിന്റെ മണവാട്ടിയായി നീ ദൈവസഭയ്ക്കകത്ത് ഒരുക്കത്തോടുകൂടി നിൽക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവവചനം പറയുന്നത്. എത്രയധികം പരിശീലനം കൊടുത്ത് വിജയിച്ച കുതിരകളെയാണ് രഥത്തിൽ കൂടെ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ
ആമി ഒരുക്കി, നിങ്ങളുടെ ശരീരത്തിന്റെ അശുദ്ധിയെ നീക്കി കീഴ്പ്പെടുത്തി ആത്മാവിനെ ഒരുക്കിയെടുക്കണം. അപ്പോൾ മാത്രമേ ദൈവം തന്റെ മഹത്വമേറിയ പണിയിൽ നിങ്ങളെ ഉപയോഗിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങളുടെ വാക്യം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദുർനടപ്പ് വിട്ടോടുവിൻ, മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരന്റെ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ നമ്മളെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കണമെന്ന് ദൈവാത്മാവ് പറയുക. പൗലോസ് ജയം പ്രാപിച്ചവനായി ശോഭിക്കേണ്ടതിന് തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയെന്ന് 1 കൊരിന്ത്യർ ലേഖനം 9:27 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിന്റെ രഥങ്ങളും കുതിരകളുമായി, ഹല്ലേലൂയ, നമ്മൾ കർത്താവിന്റെ രഥങ്ങളും കുതിരകളുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 9:27 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, മറ്റുള്ളവർ പ്രസംഗിച്ചിട്ട്, മറ്റുള്ള ഉപദേശം പറഞ്ഞിട്ട് നമ്മൾ കൊള്ളരുതാത്തവനായി ജീവിച്ചാൽ നമുക്ക് നിത്യത ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ സ്തോത്രം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയാണ്. അത് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരികയാണ്. നമ്മൾ വായിച്ച ഉത്തമഗീതം, ഹല്ലേലൂയ, 1-9 എന്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിൽ കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഒന്നിച്ചിരിക്കുന്നു. അത് നിന്റെ കർത്താവ് തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ മണവാട്ടിയാക്കി മാറ്റിയെങ്കിൽ നീ വിശുദ്ധിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയട്ടെ. സകല അശുദ്ധിയെ നീക്കിക്കളഞ്ഞ് ഇന്ന് പകൽ കർത്താവിന്റെ ധരിപ്പിച്ചു കൊടുക്കുക. യേശു വരാൻ സമയമായി. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിട്ട് കേരളത്തിൽ കർത്താവിൽ 3.25 കോടി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 29 സംസ്ഥാനം 7 കേന്ദ്രദേശങ്ങളായി കർത്താവ് 143 കോടി തലമുറകൾ എണ്ണത്തിൽപ്പെടാൻ ലോക രാജ്യ 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, 4 ലോക ജില്ല, 14 സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, നേതാവ്, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലേക്ക് സകല ജനത്തെയും കർത്താവിയുടെ കരസേന, വ്യോമസേന, നാവികസേനത്തിക്കാർ, അതിർത്തികൾക്കാർ, CRP, BSF അടക്കമുള്ള സൈന്യത്തിനായി ക്രമസമാധാന പാലക നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യാനുഭാഗങ്ങളെ പോലീസിന്റെ ജുഡീഷ്യൽ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ജനത്തെയാണ് സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ ബാങ്ക് മേഖലയിലായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലന്മാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. കരയിൽ, കടലും, ആകാശമാർക്കും വാഹനം ഓടിക്കും, വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്ന വാഹന വിൽപ്പനക്കാർ, എല്ലാ കർത്താവ് സ്തോത്രം. എല്ലാ കടലോരവാസികളും കൺവെൻഷനായി സമുദ്രത്തെ ആഴങ്ങളിൽ കാഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവരെ, കനികളിൽ, കമ്പനി, ഫാക്ടറി, ജോലി, വലയോരം കടന്ന കടലോരങ്ങളിൽ വയലോരങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, വലിയ ചെറുതായ എല്ലാ വ്യാപാര വ്യവസായികളെയും എല്ലാ കർത്താവ് വഴിയുടെ കച്ചവടക്കാരെ, സഹകരണമേഖല, പുതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെയും, എല്ലാ ക്ഷീരമേഖലയും കാർഷിക മേഖലയിലേക്ക് സകല ജനത്തെയും കർത്താവിൻ മദ്യത്തിനും മയക്കുമരുന്നും പാൻലഹരിക്ക് അടിപ്പെട്ടുകൾ, എല്ലാ ചൂതാട്ടങ്ങളും, എല്ലാ ജഡിയുമായ ജീവിതത്തിന് അകത്തുപോട്ട് കിടക്കുന്ന എല്ലാ ദുരുപദേശങ്ങളും, പ്രണയിൽ, സാത്താന്റെ ബന്ധനത്തിൽ, ശാപത്തിൽ, പാപത്തിൽ വീട് കിടക്കുന്ന ഇത് മാരകമായ രോഗങ്ങൾക്ക് അധീനരായി കിടക്കുന്ന സകല ജനത്തിനും വിടുതലും മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് തീവ്രവാദത്തിൽ, ഭീകരവാദ, വർഗീയതയും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ, ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് വിടിവിക്കപ്പെടും, വിദേശ രാജ്യം കടന്നു കഷ്ടം സഹിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ കാലാവധിക്ക് പുതുക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പാസ്പോർട്ടിന് ആഗ്രഹിക്കുന്നവർ, കർത്താവ് ഈ നാട്ടിലേക്ക് കടന്നു ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് കഷ്ടം സഹിക്കുന്നവർ, മരണാതി വേദന അനുഭവിക്കുന്നവർ, ഇതേക്കാൾ പീഡ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നവരെല്ലാം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് യേശു നിത്യജീവനെ പ്രാപിപ്പാൻ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കമുള്ള ഹൃദയങ്ങളായി തിരുവഞ്ചനത്തെ ഒരുക്കണമേ. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരും യുവനത്തിനും വാർത്തനും വൃത്തരും വശമായി റോഫിനും ചോളിനും തടവറയിലായിരിക്കും ജനത്തിനായി കർത്താവ് ഓർത്ത് പ്രാഞ്ചിലും ദൈവമക്കൾ, ദൈവദാസന്മാർ, കേരളത്തിൽ വിദേശ രാജ്യങ്ങൾ താൻ വേലുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരുടെ കുടുംബങ്ങളെ സന്ദർശന എല്ലാ ദുരുപദേഷ്ടന്മാരെ, ദുരിതസേനകളെയും, ദൈവമില്ലെന്ന് പറഞ്ഞ എല്ലാ മൂടന്മാരെ, നിരീശ്വരവാദി, യുക്തിവാദികൾ, തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദികളൊക്കെ ദൈവം സന്ദർശിപ്പാൻ എല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ സമാധാനത്തോടെ ജീവിക്കുന്ന, പരസ്പരം വന്ദനം ചെയ്ത് ക്രിസ്തുവിൽ തികഞ്ഞ ജീവിതം കർത്താവ് ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.